നീ നടന്നു പോകുമാ നീണ്ടു നീണ്ട പാത. മലയാളികളുടെ പ്രിയപ്പെട്ട ടാൻസാനിയൻ മീഡിയ ഇൻഫ്ലുവൻസറായ കിളിപ്പോൾ, അല്ലെങ്കിൽ മലയാളികളുടെ സ്വന്തം ഉണ്ണിയേട്ടൻ, സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയ താരം ഇന്ന് 10.4 മില്യൺ ആളുകളാണ് ഇൻസ്റ്റഗ്രാമിൽ മാത്രം ഫോളോ ചെയ്യുന്നത്. സിനിമാ ഗാനങ്ങൾ ലിപ്സിംഗ് ചെയ്തും നൃത്തം ചെയ്തുമാണ് കിളിപ്പോളും സഹോദരി നീമ പോളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ആദ്യമായി ഒരു ഇന്ത്യൻ സിനിമാ ഗാനത്തിന് ലിപ്സിംഗ് ചെയ്തപ്പോൾ കിളിപ്പോളോ സഹോദരിയോ കരുതിക്കാണില്ല ഇന്ത്യയുടെ ഹൃദയത്തിലേക്കാണ് ചേക്കേറുന്നത് എന്ന്. മലയാളം പാട്ടുകൾ ചെയ്തതോടെ കേരളത്തിലും ആരാധകർ ഏറെയായി. കിളിയുടെ ജീവിതം സിനിമയാവുകയാണ്. മാസായി വാര്യർ എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് സതീഷ് തൻവിയാണ്. ഭാഷ ഏതായാലും മനഃപ്പാടമാക്കിയുള്ള ലിപ്സിങ്ങിന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ആദരിച്ചത് 2022 ഒടുവിലായി തുടരും മലയാളം സിനിമയിലെ എന്തൊരു ചേലാണ് എന്ന പാട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ മലയാളികൾ ഒന്നടങ്കം ചോദിച്ചു, നീ മലയാളി അല്ലേ എന്ന്. ടാൻസാനിയയിൽ കൃഷിയും കാലി വളർത്തലുമായി കഴിയുന്നവരാണ് കിളിയുടെ കുടുംബം. സോഷ്യൽ മീഡിയയെക്കുറിച്ച് തൻ്റെ നാട്ടുകാർക്ക് അറിവില്ല എന്നും ഇന്ത്യയിലെത്തുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാറിനെ പോലെയാണ് തോന്നുന്നതെന്നും ഒരിക്കൽ കിളി പറയുകയുണ്ടായി. ഇന്നസെൻ്റ് എന്ന മലയാള സിനിമയാണ് കിളിയുടെ ആദ്യ സിനിമ. കിളിയുടെ ജീവിതകഥ പറയുന്ന മാസായി വാര്യർ മലയാളത്തിനു പുറമെ അനേകം ഭാഷകളിലാണ് ഒരുങ്ങുന്നത്.